നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 18/6/2026 വ്യാഴാഴ്ചത്തെ റബ്ബർ വിലകൾ എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ 9 മണിക്ക് തന്നെ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് എത്തും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ കമൻറ്റ് ചെയ്തതിൻ്റെ മറുപടി ഈ വീഡിയോയ്ക്ക് അവസാനം ഞാൻ പറയുന്നുണ്ട്. നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നും കേരളത്തിൽ റബ്ബർ വില കുതിച്ചിട്ടുണ്ട്. കർണാടകത്തിലും വില കുതിച്ച് കയറിയിട്ടുണ്ട്. നമുക്ക് വിശദമായിട്ട് നോക്കാം. നമുക്ക് ആദ്യം വിദേശ വില നോക്കാം. ബാങ്കോക്ക് RSS1 1 കിലോയ്ക്ക് 309 രൂപ 38 പൈസ. RSS2ന് 307 രൂപ 64 പൈസ. RSS3ക്ക് 306 രൂപ 4 പൈസ. RSS4ന് 305 രൂപ 16 പൈസ. RSS5ന് 304 രൂപ 73 പൈസ. ഇതാണ് വിദേശ വില. ഇനി നമുക്ക് കർണാടകയിലെ വില നോക്കാം. RSS3ക്ക് 1 കിലോയ്ക്ക് 271 രൂപ 50 പൈസ. RSS4ന് 271 രൂപ. RSS5ന് 265 രൂപ. ലോട്ടിന് 231 രൂപ. ഒട്ടുപാൽ 158 രൂപ വരെ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 276 രൂപ. RSS5ന് 271 രൂപ. ISNR 20ക്ക് 224 രൂപ. ലാറ്റക്സ് 60%ന് 169 രൂപ 5 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS4 1 കിലോയ്ക്ക് 276 രൂപ. RSS5ന് 271 രൂപ. ഇതാണ് കൊച്ചിയിലെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 266 രൂപ. ലോട്ടിന് 1 കിലോയ്ക്ക് 230 രൂപ മുതൽ 235 രൂപ വരെ. ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 166 രൂപ. 60% DRC ഒട്ടുപാലിന് 124 രൂപ 50 പൈസ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 233 രൂപ. ഫാക്ടറി വില 243 രൂപ. വിശദമായി നോക്കാം. 25% DRC ഉള്ള 200 ലിറ്റർ കൊള്ളുന്ന ബാരലിന് 11,650 രൂപ. 30% DRC ഉള്ളതിന് 13,980 രൂപ. 35% DRC ഉള്ളതിന് 16,310 രൂപ. 40% DRC ഉള്ളതിന് 18,640 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 268 രൂപ. RSS5ന് 263 രൂപ. ISS 221 രൂപ 50 പൈസ മുതൽ 222 രൂപ വരെയും. ഒട്ടുപാൽ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് 70% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 148 രൂപ മുതൽ 160 രൂപ വരെയും. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ RSS4ന് 1 കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചു. ISNR 20ക്ക് 1 കിലോയ്ക്ക് 2 രൂപ വർദ്ധിച്ചു. ഒട്ടുപാൽ 80% DRC ഉള്ളതിന് 1 കിലോയ്ക്ക് 2 രൂപ വർദ്ധിച്ചു. 60% DRC ഉള്ളതിന് 1.5 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇനി റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ RSS4ന് 1 കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇനി വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ വിദേശ വിലയിൽ 2 രൂപ കുറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഒരാൾ കമൻറ്റിലൂടെ പറഞ്ഞു കർണാടകയിലെ വില താങ്കൾ പറഞ്ഞത് ഇന്നലത്തെ വിലയാണെന്നാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് ഇന്നത്തെ വില പറയുന്നില്ല? അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ പറയുന്ന വില തലേന്നത്തെ വിലയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ ഇന്നത്തെ വിലയും കൂടെ പറയുക. അപ്പോഴേ ആ കാര്യം പൂർണ്ണതയാകുന്നുള്ളൂ. പിന്നെ വേറെ ആൾ നമ്മളോട് ചോദിച്ചു 12 വളം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഇപ്പോൾ ഇറങ്ങുന്ന വളം ഒന്നിനും എനിക്ക് അത്ര താല്പര്യപ്പെടുന്നില്ല. പണ്ട് കാലത്ത് ഇറങ്ങിയ FSCTയുടെ 10-10 ആ വളം നല്ല സൂപ്പർ വളമായിരുന്നു. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല പാലും ഉണ്ടായിരുന്നു. നമ്മുടെ റബ്ബറിന് നല്ല വളർച്ചയും കിട്ടുമായിരുന്നു. ഇപ്പോൾ ഫാക്ടംഫോസ് നല്ലതാണ്. ഫാക്ടംഫോസ് 20-20-0-15 അത് നല്ലതാണ്. പക്ഷേ അത് റബ്ബറിന് ഇട്ട് കഴിയുമ്പം റബ്ബർ മരത്തിൽ നിന്ന് കൂടുതൽ പാല് ഇറങ്ങുന്നുണ്ട്. ഷോർട്ടർ വെട്ടുന്ന മരത്തിന് ആ വളം ഇടുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ തൈ റബ്ബറിന് ആ വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. മറ്റ് കൃഷികൾക്കും വാഴ, ചീനി ആ കൃഷികൾക്കും ഫാക്ടംഫോസ് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. റബ്ബർ വില ഓരോ ദിവസം കൂടുന്നുണ്ടെങ്കിലും എനിക്ക് അതിൻ്റെ നേട്ടം 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ടാപ്പിംഗ് ആരംഭിക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ റെയിൻ ഗാർഡിങ് കഴിഞ്ഞു. അപ്പോൾ പറ്റുമെങ്കിൽ റെയിൻ ഗാർഡിങ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഞാൻ നേരത്തെ റെയിൻ ഗാർഡിങ് ചെയ്യുന്ന വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയൊരു വീഡിയോയും കൂടെ പറ്റുമെങ്കിൽ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സമയം ഒരുപാട് ദീർഘിച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പറയുന്ന വിലകളെല്ലാം ഞാൻ വളരെ സ്പീഡിലാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക.
തേങ്ങ 1 കിലോയ്ക്ക് 35 രൂപ മുതൽ 45 രൂപ വരെയും, വെളിച്ചെണ്ണ തയ്യാർ 222 രൂപ, വെളിച്ചെണ്ണ മില്ലിംഗ് 227 രൂപ, കൊപ്ര എടുത്തപടി 129 രൂപ, അടയ്ക്ക പുതിയ തുരിയിലേക്ക് 360 രൂപ, അടയ്ക്ക പഴയ തുരിയിലേക്ക് 360 രൂപ, കാഞ്ഞിരക്കുരു 1850 രൂപ, കയർ നേരിയത് 3800 രൂപ, ജാതിക്ക തൊണ്ടൻ 320 രൂപ, ജാതിപത്രി ചുവപ്പ് 1400 രൂപ, ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് 500 രൂപ, ജാതിപത്രി മഞ്ഞ 1500 രൂപ, ജാതിപത്രി ഫ്ലവർ ചുവപ്പ് 1800 രൂപ മുതൽ 1900 രൂപ വരെയും, ജാതിപത്രി ഫ്ലവർ മഞ്ഞ 2000 രൂപ മുതൽ 2100 രൂപ വരെയും, ഗ്രാമ്പു 810 രൂപ, നാടൻ 925 രൂപ, ജാതിക്ക തുണ്ടില്ലാത്ത പുതിയത് 550 രൂപ മുതൽ 600 രൂപ വരെയും, ജാതിക്ക തുണ്ടില്ലാത്ത പഴയത് 300 രൂപ, സെക്കൻഡ് 200 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 33 രൂപ, റോട്ടറി 39 രൂപ, കുരുമുളക് അൺകാർബിൾ ഒരിലേക്ക് 692 രൂപ, കുരുമുളക് പുതിയ തൊരിയിലേക്ക് 682 രൂപ, കുരുമുളക് ഗാർബിൾ ഒരിലേക്ക് 712 രൂപ, ചുക്ക് ബെസ്റ്റ് 300 രൂപ, മഞ്ഞൾ സേന 155 രൂപ, വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് 57 രൂപ, പച്ച 55 രൂപ, പഴം 62 രൂപ, കാപ്പിപ്പരിപ്പ് കിൻഡൽ 36,000 രൂപ, ഉണ്ടച്ചാക്ക് 54 കിലോ 11,000 രൂപ, കുരുമുളക് വയനാടൻ 690 രൂപ, ചേട്ടൻ 680 രൂപ, ഇഞ്ചിച്ചാക്ക് 60 കിലോ 4,000 രൂപ, ഏലമുണക്ക കിലോ 2,600 രൂപ മുതൽ 3,200 രൂപ വരെ, നെല്ല് കിൻഡൽ 2,500 രൂപ, നേന്ത്രക്കായ കിൻഡൽ 3,300 രൂപ. ഇനി നമുക്ക് പാലക്കാട് മാർക്കറ്റ് നോക്കാം. ചുക്ക് 250 രൂപ, അടയ്ക്ക 325 രൂപ, പുതിയ അടയ്ക്ക 275 രൂപ, കസ്തൂരി മഞ്ഞൾ 110 രൂപ, ഗ്രാമ്പു 850 രൂപ, ജാതി തൊണ്ടൻ 250 രൂപ മുതൽ 300 രൂപ വരെയും, ജാതി പരിപ്പ് 600 രൂപ മുതൽ 650 രൂപയും, കച്ചവടം 625 രൂപ, ജാതിപത്രി 1,500 രൂപ മുതൽ 2,000 രൂപ വരെയും, കുരുമുളക് 675 രൂപ, ഏലക്ക 2,000 രൂപ, തേങ്ങ 35 രൂപ മുതൽ 37 രൂപ വരെയും, വിരൽ മഞ്ഞൾ 150 രൂപ, തടമഞ്ഞൾ 140 രൂപ, കൊക്കോ പൊളിച്ചത് 250 രൂപ, കാപ്പിക്കുരു തൊണ്ടൻ 170 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.